ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് ആണ് റോഡോഫൈസേ. ഇതാണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ജീനസ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലുള്ള പോളിസൈഫോണിയ എന്ന് പറയുന്ന ഒരു ജീനസ് ആണ് നമുക്ക് ഉള്ളത്. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ജീനസ് വി നീഡ് ടു ലേൺ. ഒരു റെഡ് ആൽഗയാണ്. ഇറ്റ് മോസ്റ്റ് ഹൈലി അഡ്വാൻസ്ഡ് കൈൻഡ് ഓഫ് ആൽഗയാണ്. ചില ജീനസുകളാണ് കോറലൈൻ, പോർഫെറ, ഡെലിസേവിയ, ഫൈമാറ്റോലിത്തോൺ, പൈസോനെല്ലിയ, Antithymnion, which is considered as primitive algae. These are actually fossils. Rhodophyta is commonly called as red algae എന്നാണ് നമ്മൾ കാരണം സാധാരണ റോഡോഫൈസയെ പറയുക, because of the presence of pigments such as phycoerythrin. Phycoerythrin കൂടുതലുണ്ട് ഇതിൽ, അത് കാരണം we call them as red algae. So majority of red algae marine തന്നെയാണ്. വളരെ ചുരുങ്ങിയ freshwater algae, red algae മാത്രമേ ഉള്ളൂ. Another peculiar feature is the presence of reserve food material, Floridian starch എന്ന് പറയുന്ന reserve food material ഇവർക്ക് ഉണ്ടായിരിക്കും. And complete absence of flagellated bodies is the peculiarity of this Rhodophyceae. ഇവിടെ എൻഡോഫൈറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്, അതായത് പ്ലാന്റ്സിന്റെ ഉള്ളിൽ കാണപ്പെടുന്നുണ്ട്, പ്ലാന്റ്സിന്റെ എപ്പിഫൈറ്റ്സ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്, പാരസൈറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. ബ്രൈറ്റ് റെഡ് കളർ ആയിരിക്കും പ്ലാന്റ്സുകളെല്ലാം, അല്ലെങ്കിൽ ബ്രൗണിഷ് റെഡിഷ് ഗ്രീനിഷ് കളർ ആയിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. ഇൻ സർട്ടൺ കേസസ് എക്സ്ട്രീം റെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബ്ലാക്കിഷ് കളർ ആയിട്ട് നമുക്ക് തോന്നും. മൾട്ടി സെല്ലുലർ ആണ് ഇത് കൂടുതൽ. ഫിലമെന്റസ് കൈറ്റ് ഉണ്ടാകും, ബ്രാഞ്ച്ഡ് ആയിരിക്കും, ഹെട്രോട്രിക്കസ് ആയിരിക്കും. രണ്ട് ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ഇതിനകത്ത് ഉണ്ടായിരിക്കും. മാക്രോസ്കോപ്പിക് ഫോം ആണ്, ഹൈ ലോങ് ആയിട്ട് മീറ്റേഴ്സ് ലോങ് ആയിട്ടുള്ള പ്ലാന്റുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ ജലാറ്റിനസ് മെറ്റീരിയൽ ആയ അഗർ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഹൈലി എക്കണോമിക് വാല്യൂ ഉള്ളതാണ്. ടിഷ്യൂ കൾച്ചറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ കൾച്ചറിങ് പ്ലാന്റ്സ്, ഫഞ്ചൈ, ബാക്ടീരിയ എക്സെട്ര. സെല്ലുലോസും പെക്റ്റിക് മെറ്റീരിയലും ആയിരിക്കും സെൽ വോളിൽ ഉണ്ടായിരിക്കുക. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് പ്ലാന്റ്സിന്റെ സെൽ ടു സെൽ കണക്ഷൻസ് പിറ്റ് കണക്ഷൻസ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും. സൈറ്റോപ്ലാസം ടു സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ് ആണ് പിറ്റ് കണക്ഷൻസ്. ആൻഡ് ദർ ഇസ് നോ ഫ്ലജെല്ല പ്രസന്റ് ഇൻ ദിസ് classes. Bangiomorpha pubescens എന്ന് പറയുന്ന ഒരു ഫോസിലാണ്. ആർട്ടിക് കാനഡയിൽ 1.2 ബില്യൺ ഇയേഴ്സ് അഗോ മുന്നേ കണ്ടിരുന്നു എന്ന് പറയപ്പെടും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഹൈലി ഊഗമസ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ് ഇവിടെ കാണപ്പെടുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ സ്പെമറ്റാഞ്ചിയം എന്ന് പറയുന്നു. സിംഗിൾ യൂണിന്യൂക്ലിയേറ്റ് സിംഗിൾ മെയിൽ ഗാമേറ്റിനെ നമ്മൾ സ്പെർമേഷ്യം എന്ന് പറയുന്നു. ഫീമെയിൽ വണ്ണിന് കാർപ്പഗോണിയം എന്ന് പറയുക. ലോങ് നെക്ക് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ട്രൈക്കോഗൈൻ എന്ന് പറയുന്നത് ഇവരുടെ പ്രത്യേകതയാണ്. ബേസിൽ കാർപ്പഗോണിയം എന്ന് പറയും. ട്രൈക്കോഗൈൻ ആൻഡ് കാർപ്പഗോണിയം ഇങ്ങനെയാണ് ഉള്ളത്. എന്നിട്ട് കാർപ്പഗോണിയത്തില് ഫീമെയിൽ ന്യൂക്ലിയസും കാണും. ഗ്യാമറ്റോഫൈറ്റ് ഒരു ഇൻഡിവിജ്വലും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്പോറോഫൈറ്റും ഉണ്ടായിരിക്കും. സ്പോറോഫൈറ്റ് ടെട്രാസ്പൊറാഞ്ചിയ, കാർപ്പോസ്പൊറാഞ്ചിയ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നു. ടെട്രാസ്പൊറാഞ്ചിയ ടെട്രാസ്പോർസും കാർപ്പോസ്പൊറാഞ്ചിയ കാർപ്പോസ്പോർസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നുണ്ട്, സ്പോറോജെനസിസ് നടക്കുന്നുണ്ട്. ഐസോമോർഫിക് ടു ഹെട്രോമോർഫിക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. 3 ജനറേഷൻസ് ചില സ്പീഷീസുകളിൽ കാണാം. എസ്പെഷ്യലി പോളിസൈഫോണിയയിൽ 3 ജനറേഷൻസ് കാണാൻ സാധിക്കും. 3 ഡിഫറെന്റ് പ്ലാന്റ്സുകൾ കാണാൻ സാധിക്കും. സോ റോഡോഫൈസിയനെ നമുക്ക് റോഡോഫൈസിയനെ 2 സബ് ക്ലാസ്സുകളായി തിരിക്കാം. ബാങ്കിയോയിഡെ, ഫ്ലോറിഡിയെ. ഓർഡർ ബാങ്കിയോയിഡ്സ്. ഫ്ലോറിഡിയയില് കുറച്ച് ഓർഡറുകൾ ഉണ്ട്. നിമാനോലിയൽസ്, ജലീഡിയൽസ്, ക്രിപ്റ്റോനിമാനിയൽസ്, ഗിഗർച്ചിനിയൽസ്, റോഡോമിനിയൽസ് ആൻഡ് സെറാമിയൽസ്. ഫിലിപ്പീൻസില് അതുപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിലുള്ള കൺട്രീസിലൊക്കെ ഈ പറയുന്ന ഫിയോഫൈസിയെയും റോഡോഫൈസിയെയും ഒക്കെ ഫുഡ് ആയിട്ട് എടുക്കാറുണ്ട്. അവിടെ ഹൈലി കൾട്ടിവേറ്റഡ് ലാൻഡില് ഇവിടെ നല്ല രീതിയിൽ കൾട്ടിവേഷനും ചെയ്യാറുണ്ട് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എക്കണോമിക് വാല്യൂഡ് പ്രോഡക്ട്സ് ലൈക്ക് കാരാജീനിയൻ, അഗർ എക്സെട്ര. നമുക്ക് പഠിക്കാനുള്ള ജീനസ് ആണ് പോളിസൈഫോണിയ. ഈ പിക്ചറിൽ നിന്ന് തന്നെ വ്യക്തമാണ്
സോറി, പോളിസൈഫോണിയ ഒരു ബ്രഷ് പോലത്തെ ആൽഗയാണ്, ബ്രഷ് പോലെ ഇരിക്കുന്ന ഒരു ആൽഗയാണ്. Polysyphonia class Rhodophyceae, Floridae, Ceramiales, Rhodomeliaceae, Polysyphonia. Around 150 species can be seen in Polysyphonia. അതില് 16 സ്പീഷീസ് ഇന്ത്യയിൽ നിന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. കോമൺലി ദേ ആർ ഫൗണ്ട് ഇൻ ലിറ്ററൽ ആൻഡ് സബ് ലിറ്ററൽ സോൺസ്. അതായത് റോക്സിന്റെ പുറത്തും റോക്സ് മീഡിയം ലെവൽ ഓഫ് റോക്സ് ആൻഡ് കംപ്ലീറ്റ് റോക്സിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലിത്തോഫൈറ്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുക. എപ്പിഫൈറ്റ് ആയിട്ടുള്ള പോളിസൈഫോണിയും അവൈലബിൾ ആണ്. ഡിഫറെന്റ് സ്പീഷീസുകളാണ്. പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് മൾട്ടി ആക്സിൽ ആൻഡ് വെൽ ബ്രാഞ്ച്ഡ് ആയിരിക്കും. മൾട്ടി ആക്സിൽ എന്ന് പറഞ്ഞാൽ പല ആക്സിസുകൾ ഇതിന് കാണും. ഹൈലി ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് താലസ് ആണ്. പിന്നീട് അപ്പിയറൻസ് ഓഫ് എ വെരി സ്മോൾ ബ്രഷ് പോലെയാണ് നമുക്ക് കാണപ്പെടുക. Another peculiar feature of this plant is that the cells to cell connections is through pit connections. It is a peculiar characteristic feature of Polysyphonia. And the bush can reach up to 10 to 30 centimeters. Heterotrechous nature ആണ്. prostrate and erect system ഇതിനുണ്ടായിരിക്കും. prostrate system എന്ന് പറയുന്നത് മൾട്ടി ആക്സിൽ ആയിരിക്കും. ഒരുപാട് ആക്സിസ് ഉള്ളതായിരിക്കും prostrate. അതായത് താഴ്ന്ന് ആ റോക്കിന്റെ സർഫസസിന്റെ സെയിം ലെവലിൽ കാണുന്നതിനെയാണ് നമ്മൾ prostrate എന്ന് പറയുന്നത്. അവിടെ യൂണിസെല്ലുലാർ റൈസോയിഡ്സും കാണപ്പെടും. റൈസോയിഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ദ ഡിസ്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഈ റൈസോയിഡ്സ് ആണ് ഇവരെ അറ്റാച്ച് ചെയ്യുന്നത്. കാണപ്പെടുന്ന ബിയിൽ നമുക്ക് പ്രോസ്ട്രേറ്റ് കാണാൻ പറ്റും. ഇങ്ങനെ നീളത്തിന് കാണപ്പെടുന്ന, താഴ്ന്ന് നീളത്തിന് ട്രാൻസ്വേഴ്സ് ആയിട്ട് കാണപ്പെടുന്നതാണ് പ്രോസ്ട്രേറ്റ് സിസ്റ്റം. താഴെ റൈസോയിഡ്സ് കാണപ്പെടുന്നു. റൈസോയിഡ്സിന്റെ എൻഡില് അറ്റാച്ചിങ് ഡിസ്ക് കാണും. അപ്പ് ആയിട്ട് പ്രോസ്ട്രേറ്റ് സിസ്റ്റത്തിന്റെ അപ്പ് സൈഡിലായിട്ട് ഇറക്റ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. ഇറക്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഡെവലപ്ഡ് ഫ്രം ദ പ്രോസ്ട്രേറ്റ് സിസ്റ്റം. അപ്പൊ പ്രോസ്ട്രേറ്റ് സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റൈസോയിഡ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഭാഗമാണെങ്കിൽ ഇറക്റ്റ് സിസ്റ്റം ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് സെക്സുവൽ സ്ട്രക്ചേഴ്സ്, ബ്രാഞ്ചസ് എക്സെട്ര were produced on the erect system. So erect system consists of main axis and many branches. Branches രണ്ട് തരത്തിലുണ്ടായിരിക്കും, long branch and short branches. Long branches are called branches of unlimited growth or long lateral branches, and short branches അതായത് ചെറിയ ബ്രാഞ്ചസിനെ നമ്മൾ branches of limited growth എന്ന് പറയും. അല്ലെങ്കിൽ അവരെ ട്രൈക്കോബ്ലാസ്റ്റ് എന്നുള്ള വേറൊരു പേരിൽ പറയപ്പെടുന്നു. ബിക്കോസ് ദിസ് ട്രൈക്കോബ്ലാസ്റ്റ് is associated with sex organs. അല്ലെങ്കിൽ സ്പൊറാഞ്ച് ഡെവലപ്പ് ചെയ്യുന്നിടത്താണ് ഈ ട്രൈക്കോബ്ലാസ്റ്റ് കാണുന്നത്. അത് ഫെർട്ടൈൽ ആയിട്ട് ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചർ പോലെ നീളത്തിന് ട്യൂബുലർ ആയിട്ട് കാണപ്പെടുകയും ചെയ്യും. ലോങ് ബ്രാഞ്ചസ് സ്പൈറലി അറേഞ്ച്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ റേഡിയലി സിമെട്രിക്കൽ ആയിരിക്കും എന്ന് പറയപ്പെടും. ഈ ട്രൈക്കോപ്ലാസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെയാണ് ഈ പറയുന്ന സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഈ ട്രൈക്കോബ്ലാസ്റ്റിലാണ് ഡൈക്കോട്ടമസ്ലി ബ്രാഞ്ച് ആയിട്ടുള്ള സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രൈക്കോബ്ലാസ്റ്റ് ക്യാൻ ഡെവലപ്പ് ഫ്രം മെയിൻ ആക്സിസ് അല്ലെങ്കിൽ ലോങ് ബ്രാഞ്ചസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. മെയിൻ ആക്സിസും ലോങ് ബ്രാഞ്ചസിലും സെൻട്രൽ സൈഫൺ ഉണ്ടായിരിക്കും. ഓഫ് ഇലോങ്ങേറ്റഡ് സിലിണ്ടറിക്കൽ സെൽസ് ആയിരിക്കും അവർക്കുള്ളത്. വെർട്ടിക്കൽ ആയിട്ട് റോ അറേഞ്ച് ചെയ്തിരിക്കും. പെരിഫറലി 4 to 20 പെരിഫറൽ സൈഫൺസും അറേഞ്ച് ചെയ്തിരിക്കും. സോ സെന്ററിൽ ഓക്കുപൈ ചെയ്തിരിക്കുന്നത് സെൻട്രൽ സൈഫണും സറൗണ്ടഡ് ബൈ പെരിഫറൽ സൈഫൺസ്. ഇങ്ങനെയായിരിക്കും സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് തോന്നും പാരങ്കമാറ്റസ് സെൽസ് ആണോ ഇതെന്ന് തോന്നും. പക്ഷെ പാരങ്കമാറ്റസ് സെൽസ് അല്ല. അത് കാരണമാണ് നമ്മൾ ഇതിനെ സ്യൂഡോ പാരങ്കമാറ്റസ് സെൽസ് എന്ന് പറയുന്നത്. സ്യൂഡോ മീൻസ് ഫാൾസ്. ഫാൾസ് പാരങ്കമ പോലുള്ള സെൽസുകളെ പോലെ അറേഞ്ച് ചെയ്തിരിക്കും. ഇവിടെ സൈഫണേഷ്യസ് ആയിരിക്കും സെൽസുകൾ. അതുകൊണ്ടാണ് പ്ലാന്റിന്റെ പോളിസൈഫോണിയ എന്ന് പേരും കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ സെല്ലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സെൽ ടു സെൽ കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ പിറ്റ് കണക്ഷൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഷോർട്ട് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ട്രൈക്കോബ്ലാസ്റ്റ് ഓൾവേസ് മോണോസൈഫണസും ആയിരിക്കും. സെൽസിന് ഒരു തിക്ക് വാൾ ഉണ്ടായിരിക്കും. ഡിഫറൻഷിയേറ്റഡ് ഇൻറ്റു ആൻഡ് ഇന്നർ സെല്ലുലോസ് ലെയേഴ്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെൽസ് എല്ലാം യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ഒരുപാട് ഡിസ്കോയ്ഡ് ക്രൊമാറ്റോഫോർസ് ഉണ്ടായിരിക്കും. പക്ഷെ പൈരനോയിഡ്സ് കാണില്ല, ബിക്കോസ് ഹൈലി അഡ്വാൻസ്ഡ് ടൈപ്പ് ആയത് കാരണം. പിന്നെ സെൽ ടു സെൽ കണക്ഷൻസ് തന്നെ ഇടയ്ക്ക് പറയുന്നുണ്ട്. പിറ്റ് കണക്ഷൻസ് ആണ്. അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പോളിസൈഫോണിയ.
The cells contain large central vacuole ഉണ്ടായിരിക്കും. Reserve food material is Floridian starch. Reproduction in Polysiphonia. Polysiphonia reproduces both asexually and sexually. അതിൽ തന്നെ sexual reproduction highly advanced ആയിട്ടുള്ള oogamous type ആണ്. In the life cycle of Polysiphonia, there are 3 kinds of plants, such as diploid tetrasporophyte, haploid gametophyte, and diploid carposporophyte. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള പ്ലാന്റ്സുകൾ ഇവരുടെ ലൈഫ് സൈക്കിളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഡൈഷ്യസുമാണ്. ഗാമറ്റോഫൈറ്റിന്റെ കേസ് പറയുകയാണെങ്കിൽ ഈ ഗാമറ്റോഫൈറ്റ് ഹാപ്ലോയിഡ് ആയിരിക്കും. ഇറ്റ് ഡെവലപ്സ് ഓൺ ഡയറക്റ്റ് ജെർമിനേഷൻ ഓഫ് ദ ടെട്രാസ്പോർസ്. ടെട്രാസ്പോർസ് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാകുന്നതാണ് ഗാമറ്റോഫൈറ്റ്. അവിടെ ഹാപ്ലോയിഡ് ആയിരിക്കും. അവിടെയാണ് സെക്സ് ഓർഗൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മെയിൽ സെക്സ് ഓർഗൻസും ഫീമെയിൽ സെക്സ് ഓർഗൻസും. മെയിൽ സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് സ്പെർമറ്റാഞ്ചിയ എന്ന് നമ്മൾ പറയുന്നു. ഫീമെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് കാർപ്പഗോണിയ എന്നും പറയും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഊഗാമസ് ആയത് കാരണം നമ്മൾ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഹൈലി അഡ്വാൻസ്ഡ് ടൈപ്പും ആയിരിക്കും. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ സ്പെർമറ്റാഞ്ചിയം അല്ലെങ്കിൽ ആന്ത്രിഡിയം എന്ന് പറയുന്നു. They are produced along with fertile trichoblast, or they are produced along with the, അല്ലെങ്കിൽ they are produced from the fertile trichoblast along with the sterile trichoblast. It becomes branched ആയിരിക്കും. In certain species, both branches, ഒരു ബ്രാഞ്ചിൽ നിന്നായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ 2 ബ്രാഞ്ച് ഉണ്ടായിരിക്കും. ഒരു ബ്രാഞ്ച് സ്റ്റെറൈൽ ആൻഡ് ഒരു ബ്രാഞ്ച് ഫെർട്ടൈൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഡ്യൂറിംഗ് ദ ഡെവലപ്മെന്റൽ സ്റ്റേജസ്. All the cells of the spermatangia are called spermatangial mother cells in the initial stages. These spermatangial mother cells undergoes divisions. During the development of the spermatangial mother cells, it cuts off 2 to 4 bodies, which are called as spermatangia. ഈ spermatangial mother cellsൽ ഡിവിഷൻസ് നടന്നു കഴിയുമ്പോഴത്തേക്കാണ് ചെറിയ ചെറിയ സ്മോളർ സെൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ലൈക്ക് cells, but we call it as unicellular bodies. ഇതിനെയാണ് spermatangia എന്ന് പറയുന്നത്. ഈ spermatangium develops into single male gamete. ഈ male gameteന്റെ പേരാണ് spermatia. So the male reproductive structure is produced on branches called as trichoblast. 2 types of branches are produced, fertile and sterile. Fertile trichoblast develop to form spermatangia. Spermatangial spermatangial mother cells ഉണ്ടായിരിക്കും. അവർക്ക് ഡിവിഷൻസ് നടന്നിട്ട് unicellular bodies called as spermatangia ക്രിയേറ്റ് ചെയ്യുന്നു. Spermatangia produces spermatia. Spermatia are liberated from the spermatangia. ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്ലിറ്റിൽ കൂടെ ഇവര് പുറത്തു വരുന്നു. Spermatia ഡിസ്പേഴ്സ് ചെയ്യുന്നു വാട്ടറിൽ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ പറയുന്ന പേരാണ് കാർപ്പഗോണിയം. ഇവിടെ ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഇവിടുത്തെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാർപ്പഗോണിയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓരോ വാക്കുകളും വളരെ വ്യത്യസ്തവും ബൈഹാർട്ട് ചെയ്യാനുള്ളതുമാണ് ഇവിടുത്തെ നെയിംസ് ഓഫ് ഈവൻ ദ ഫീമെയിൽ നെയിംസ് ആൻഡ് ദ മെയിൽ നെയിംസ്. So here the female reproductive organ is called as carpogonium. Carpogonium develops at the top of 2 to 5 celled carpogonial filament. ഏറ്റവും ടോപ്പിലെ 2 to cell filament ആയ carpogonial filamentലായിരിക്കും carpogonium കാണപ്പെടുന്നത്. The carpogonial filament develops on the female trichoblast. നമ്മൾ male trichoblast branches എന്ന് പറയുന്നത് പോലെ female trichoblast branchesലായിരിക്കും ഈ carpogonium develop ചെയ്യുന്നത്. Carpogonium is a flask shaped structure. അതിനകത്തായിരിക്കും എഗ് ഉണ്ടായിരിക്കുക along with നെക്ക് പോലുള്ള structure which is called as trichogone. Apical cell of the carpogonial filament functions as carpogonial mother cell. നമ്മൾ നേരത്തെ ആന്ത്രിഡിയൽ മദർ സെൽസ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും കാർപ്പഗോണിയൽ മദർ സെൽസ് ഉണ്ട്. ആ കാർപ്പഗോണിയൽ മദർ സെൽസിൽ നിന്നാണ് കാർപ്പഗോണിയം ഡെവലപ്പ് ചെയ്യുന്നത്. ഈ കാർപ്പഗോണിയത്തിനകത്താണ് എഗ് ഇരിക്കുന്നത്. ഇത് കാർപ്പഗോണിയത്തിന് ഒരു സ്വലൻ ബേസൽ പോർഷൻ കാണും. ഈ പിക്ചർ നോക്കുക, നോക്കുക, ABCD ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്. ഈ ആണ് ഡെവലപ്ഡ് ആയിട്ടുള്ള മെച്ചർ കാർപ്പഗോണിയം. ആ കാർപ്പഗോണിയത്തിനകത്താണ് നമ്മുടെ എഗ് ഇരിക്കുന്നത്. അതിന് മേലെയായിട്ട് നെക്ക് ഷേപ്ഡ് ട്രൈക്കോഗൈൻ കാണും, വിച്ച് അട്രാക്ട്സ് ദ സ്പെർമേഷ്യ വിച്ച് ആർ ദ മെയിൽ ഗാമീറ്റ്സ്. ട്രൈക്കോഗൈനും കാർപ്പഗോണിയത്തിനും അസോസിയേറ്റ് ചെയ്ത് നിരവധി സെൽസ് കാണും. 2 celled lateral sterile filament ഉണ്ടായിരിക്കും, surrounded by pericarp. Along with the sterile filament, we can see supporting cells, and
auxiliary cells. Apical cells of the carpogonial filament functions as the mother cells. The cell further develops into carpogonium and the swollen carpogonium containing egg and trichogyne. Fertilization എന്ന് പറയുന്നത് spermatia are very easy. Spermatia are dispersed with the help of water from the male gamete, from the male trichogyne, male antheridium. A few spermatia become attached at the tip of the receptive trichogyne. Out of many, only one becomes successful. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം മാത്രം ആ ട്രൈക്കോഗൈനിൽ വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുകയും അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്യും. ആസ് എ റിസൾട്ട് കാർപ്പഗോണിയത്തിലെ മെയിൽ ന്യൂക്ലിയസ് ഫീമെയിൽ ന്യൂക്ലിയസുമായിട്ട് ജോയിൻ ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. After the fertilization, different structural changes happens in the polysiphonial. അപ്പോൾ ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഓഫ് പോളിസൈഫോണിയ is very important. It can ask for an essay question. ഇപ്പൊ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണ് ടെട്രാസ്പോറോഫൈറ്റ്, എന്താണ് കാർപ്പോസ്പോറോഫൈറ്റ്, എന്താണ് ഗാമറ്റോഫൈറ്റ് എന്നൊക്കെ എഴുതിയതിനു ശേഷം പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് പറയുക. ഓക്കെ, ഇത് കാർപ്പഗോണിയൻ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് 2 ന്യൂക്ലിയസ് ആവുകയും അവിടെ നിന്നും ഡെവലപ്മെന്റൽ സ്റ്റേജസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ട്രൈക്കോഗൈനിൽ സംഭവിക്കുന്നത്. ട്രൈക്കോഗൈൻ ഡിസോൾവ് ചെയ്ത് അലിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അറ്റ് ദിസ് ടൈം ഡീജനറേറ്റ്സ്. അതുപോലെ ദ കാർപ്പഗോണിയം, ആക്സിലറി സെല്ല്, സപ്പോർട്ടിംഗ് സെല്ല് ഇതെല്ലാം കൂടെ ഫ്യൂസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ സിംഗിൾ സെല്ലായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് കോൾഡ് ആസ് പ്ലാസെന്റൽ സെൽ. അതായത് നമ്മൾ ഈ പറഞ്ഞ ട്രൈക്കോഗൈൻ നശിച്ചു പോകുന്നു. താഴെ ഇരിക്കുന്ന കാർപ്പഗോണിയ സെല്ലും സ്റ്റെറൈൽ ഫിലമെന്റും സപ്പോർട്ടിംഗ് സെല്ലും ബേസൽ ഫിലമെന്റ്, സ്റ്റെറൈൽ ഫിലമെന്റൽ ഇൻസുലിൻ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു ഒറ്റ സെല്ലായി മാറും. അതിനകത്തൊരു എഗ്ഗും കാണും. ആ എഗ്ഗിനകത്തായിരുന്നല്ലോ സൈഗോട്ട് ഫോം ചെയ്തത്. സോ അങ്ങനെ ഇരിക്കുന്ന സെൽസുകൾ എല്ലാം കൂടെ ജോയിൻ ചെയ്ത്, അതായത് കാർബോഗോണിയത്തിലുണ്ടായിരുന്ന എഗ്ഗ് സൈഗോട്ട് ആയതിനു ശേഷം ഈ താഴെ ഇരിക്കുന്ന എല്ലാ സെൽസുകളും പ്ലസ് കാർബോഗോണിയും കൂടെ ചേർന്ന് ഒരു ഒറ്റ സെല്ല് ഉണ്ടാകും. ആ സെല്ലിനെയാണ് പറയുന്നത് പ്ലാസെന്റൽ സെൽ. സോ ട്രൈക്കോഗൈൻ ഡീജനറേറ്റ്, the carpogonium, all the sterile filament associated with the carpogonium forms a single cell called as the placental cell. Carpogonial zygote അല്ലെങ്കിൽ ന്യൂക്ലിയസ് മൈറ്റോട്ടിക് ഡിവിഷൻസ് അതിനകത്ത് നടക്കുന്നു. അങ്ങനെ many diploid nucleus is present in the placental cell. And two-celled gonimoblast filament is produced with many nucleus. Gonimoblast filament എന്ന് പറയുന്ന സെൽസുകൾ അതിനകത്ത് ഉണ്ടാവുകയാണ്. അതൊരു കപ്പ് ഷേപ്ഡ് സെല്ലാണ് കാർപ്പഗോണിയം. ആ കാർപ്പഗോണിയത്തിനകത്ത് സൈഗോട്ട് ഉണ്ട്, ഡിപ്ലോയിഡ് ആണ്. മൈറ്റോട്ടിക് ഡിവിഷൻസ് നടന്ന് ഡിപ്ലോയിഡ് ന്യൂക്ലിയൈ ഉണ്ടാകുന്നു. ഒരുപാട് ഡിപ്ലോയിഡ് ന്യൂക്ലിയൈ ഉണ്ടായിട്ടുള്ള 2 ഫിലമെന്റസ് ആയിട്ടുള്ള ഫോം ആ കാർപ്പഗോണിയം, കപ്പ് ഷേപ്ഡ് കാർപ്പഗോണിയത്തിനകത്ത് ഉണ്ടാവുകയാണ്. എല്ലാ ഗോണിമോബ്ലാസ്റ്റ് ഫിലമെന്റും ഒരു കോമ്പാക്ട് മാസ് ആയി. ആൻഡ് ദിസ് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് കാർപ്പോസ്പൊറാഞ്ചിയം. അപ്പൊ കാർപ്പഗോണിയ സൈഗോട്ട് ഇപ്പൊ പറയുന്ന പേരാണ് കാർപ്പോസ്പൊറാഞ്ചിയം. കാർപ്പഗോണിയത്തിന് നമ്മൾ ഇപ്പൊ പറയുന്ന പേരാണ് കാർപ്പോസ്പൊറാഞ്ചിയം. ഈ ഡി നോക്കുക. ഡി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ദാറ്റ് ഈസ് ദ ഗോണിമോബ്ലാസ്റ്റ് ഫിലമെന്റ് along with the carposporangium. And we can see the wall called as the pericarp, which was present on the initial stage of the oogonium. ഇതിന്റെ ആദ്യം നമുക്ക് കണ്ടുന്നതും അത് തന്നെയാണ്. At the time of release of the carpospores, an ostiole and an opening is produced. അപ്പൊ ഈ കാർപ്പോസ്പൊറാഞ്ചിയത്തിനകത്തുള്ള ഗോണിമോബ്ലാസ്റ്റ് ഇനിഷ്യൽസ് ഡെവലപ്മെന്റൽ സ്റ്റേജസ് കഴിഞ്ഞിട്ട് ഒരു സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിച്ച് ഇസ് കോൾഡ് കാർപ്പോസ്പോർസ്. അങ്ങനെ ഉണ്ടായ നേരത്തെ പറഞ്ഞ പ്ലാസെന്റൽ സെല്ലും കാർപ്പോസ്പൊറാഞ്ചിയ, ഗോണിമോബ്ലാസ്റ്റ് ഫിലമെന്റ്സ്, കാർപ്പഗോണിയം ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ഫ്രൂട്ട് ലൈക്ക് സ്ട്രക്ചർ പോലെ ഉണ്ടാവുന്നു. ഏൺ ഷേപ്പാണ്. ഏൺ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ വെള്ളം എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു കണ്ടെയ്നറിനെയാണ് ഏൺ എന്ന് പറയുന്നത്. ആ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഫ്രൂട്ടിംഗ് ബോഡി പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് സിസ്റ്റോകാർപ്പ്. ഈ സിസ്റ്റോകാർപ്പിനകത്ത് നമുക്ക് കാർപ്പോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ സിസ്റ്റോകാർപ്പിന്റെ കവറിങ്ങിനെ പെരികാർപ്പ് എന്ന് നമ്മൾ പറയുന്നു. ഈ എൻറ്റയർ സ്ട്രക്ചറിനെ കാർപ്പോസ്പോറോഫൈറ്റ് എന്ന് പറയുന്നു. അതായത് ഈ സിസ്റ്റോകാർപ്പ് with the plant body, now we call it as carposporophyte. So now the plant body is called carposporophyte. ആദ്യം മുതൽ പറയുകയാണെങ്കിൽ
മെയിൽ ഗാമറ്റോഫൈറ്റും ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്യൂഷന് ശേഷം സൈഗോട്ട് ഫോം ചെയ്യുന്നു കാർപ്പഗോണിയത്തിനകത്ത്. കാർപ്പഗോണിയത്തിനകത്ത് ഡിഫറെന്റ് ചേഞ്ചസ് സംഭവിച്ചിട്ട് അതിനകത്ത് ഗോണിമോബ്ലാസ്റ്റ് ഫിലമെന്റും കാർപ്പോസ്പൊറാഞ്ചിയവും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിനെല്ലാം കൂടെ ചേർന്ന ഒരു സ്ട്രക്ചറിനെയാണ് സിസ്റ്റോകാർപ്പ് എന്ന് പറയുന്നത്. സിസ്റ്റോകാർപ്പ് ഇരിക്കുന്ന പ്ലാന്റ് ബോഡിനെ നമ്മൾ കാർപ്പോസ്പോറോഫൈറ്റ് എന്ന് പറയുന്നു. ബിക്കോസ് അതിലുള്ള ഗോണിമോബ്ലാസ്റ്റ് ഫിലമെന്റിന് ഉള്ള ന്യൂക്ലിയസിന് ചേഞ്ചസ് സംഭവിച്ച് സ്പോർസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാർപ്പോസ്പോർസ്. അതുകൊണ്ടാണ് ഇതിനെ കാർപ്പോസ്പോറോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. Carpospores are diploid in nature because it is produced from diploid cells, zygote. ഈ ജെർമിനേഷൻ ഓഫ് കാർപ്പോസ്പോർസ് ആണ്. സൈഗോട്ടിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത കാർപ്പോസ്പോർസ് ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്നത് അനദർ പ്ലാന്റ് ആണ്, വിച്ച് ഇസ് കോൾഡ് ആസ് ടെട്രാസ്പോറോഫൈറ്റ്. നമ്മൾ പ്ലാന്റ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് കാർപ്പോസ്പോറോഫൈറ്റ് ആയിരിക്കും. കാർപ്പോസ്പോറോഫൈറ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർസുകളായ കാർപ്പോസ്പോർസ് ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്നത് ടെട്രാസ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡിയാണ്. Because it produces tetraspores. From the word itself, tetra means 4 എന്നുള്ള ടൈപ്പിലുള്ള സ്പോർസ്. അതായത് ഒരൊറ്റ സെല്ലിൽ നിന്നും 4 സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ടെട്രാസ്പോറോഫൈറ്റിക് പ്ലാന്റ് എന്ന് പറയുന്നത്. ആലോചിക്കുക, ഒരൊറ്റ പ്ലാന്റ് ആയ പോളിസൈഫോണിയയിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് വേരിയേഷൻസ് ആണ്. ആഫ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ കാർപ്പോസ്പോറോഫൈറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു. കാർപ്പോസ്പോറോഫൈറ്റിൽ നിന്ന് കാർപ്പോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാർപ്പോസ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ടെട്രാസ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടെട്രാസ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ടെട്രാസ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നു. ആണ് ടെട്രാസ്പോർ. നമ്മൾ ഒരു ടെട്രാസ്പോറോഫൈറ്റിനകത്തുള്ള ഓരോ സെല്ലുകളും നോക്കിക്കഴിഞ്ഞാൽ വി ക്യാൻ സി 4 സ്പോർസ് അറേഞ്ച് ടുഗദർ ഇൻ ടെട്രാഡ്സ്. അതുകൊണ്ടാണ് ഇതിനെ ടെട്രാസ്പോറോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. ടെട്രാസ്പോറോഫൈറ്റിന്റെ ബ്രാഞ്ചസ് ട്വിസ്റ്റ് ചെയ്ത് കാണപ്പെടുന്നുവെന്നും അതുകൊണ്ട് അതിനെ സ്റ്റൈഷീഡിയ എന്ന് നമ്മൾ വിളിക്കുന്നു. ഓരോ ബ്രാഞ്ചസിനെയും സ്റ്റൈഷീഡിയ എന്ന് നമ്മൾ വിളിക്കുന്നു. നമ്മൾ ഒരു സിംഗിൾ സെൽ ഓഫ് ടെട്രാസ്പോറോഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ 4 സ്പോർസുകൾ കാണാൻ പറ്റും. അതായത് നിങ്ങൾ ബി നോക്കുക, ബിക്കകത്ത് നമുക്ക് 3 സ്പോർ കാണാൻ പറ്റും. ടെട്രാസ്പോർസ് ബാക്ക് സൈഡിൽ ഒരെണ്ണം കാണും. അങ്ങനെ 4 സ്പോറുകളായിട്ടാണ് ടെട്രാസ്പോറോഫൈറ്റ് ഇരിക്കുക. ഔട്ട് ഓഫ് ദ 4 ടെട്രാസ്പോർസ് 2 എണ്ണം ഇതിന് റിലീസ് ആകുന്നു. ആ 4 റിലീസ് ആകുന്നു. റിലീസ് ആയി കഴിഞ്ഞാൽ 2 എണ്ണം ജെർമിനേറ്റ് ചെയ്ത് എവിടെയെങ്കിലും വീണ് ജെർമിനേറ്റ് ചെയ്ത് ഗാമറ്റോഫൈറ്റുകളായിട്ട് മാറുന്നു, മെയിൽ ഗാമറ്റോഫൈറ്റുകൾ. 2 എണ്ണം ഫീമെയിൽ ഗാമറ്റോഫൈറ്റുകൾ. അങ്ങനെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിലുള്ള ഫ്യൂഷൻ വഴി ഉണ്ടാകുന്നതാണ് ആ സൈഗോട്ട്. സൈഗോട്ട് കാർപ്പോസ്പോറോഫൈറ്റ്, കാർപ്പോസ്പോറോഫൈറ്റ് കാർപ്പോസ്പോർസ്, കാർപ്പോസ്പോർസ് ടെട്രാസ്പോറോഫൈറ്റ്, ടെട്രാസ്പോർസ് ടെട്രാസ്പോർസ്, ടെട്രാസ്പോർസ് gametophytic plant body. ഇങ്ങനെയാണ് ലൈഫ് സൈക്കിൾ പോകുന്നത്. So the life cycle has 3 phases. So life cycle is triphasic and haplodiplodic type. Diplobiontic type. Haplo ഒരു stage which is a gametophytic stage which is haploid which produces gametes, and diplo are 2. Diplobio means 2 diplotic phase, carposporophyte and tetrasporophyte phase. This is the life cycle of Polycyphonium. First one is a gametophytic stage, which produces gametes, which fuses to form zygote. Zygote undergoes mitosis and produces carposporophyte. Carposporophytes produces carpospores, which is diploid. This carpospores germinate to form tetrasporophyte, which is again diploid, and that undergoes meiosis and form haploid spores called as tetraspores. This tetraspores germinate to form a haploid gametophyte. So this is a triphasic haplodiplobiontic life cycle. Thank you.